ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സുപ്പുവിനെ. അപ്പോൾ ഇന്നലെ കഥ പറച്ചിലും ഒക്കെ ആയിട്ട് നമ്മൾ പോയി. ഇന്ന് കഴിക്കുന്ന നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ ഇച്ചിരി മരുന്നുകളൊക്കെ ഇട്ടു കേട്ടോ. അയ്യോ എൻ്റെ പൊന്നെ, ഇച്ചിരി വേദനയൊക്കെ കുറവുണ്ട്. ആ മാംസത്തിനകത്തോട്ട് പൊള്ളലായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. മാംസമുള്ള ഭാഗം ഇവിടെ കേട്ടോ. അകത്തോട്ടായിരുന്നു വേദന. അയ്യോ ഇച്ചിരി കുറവൊക്കെ ഉണ്ട് പോവും കേട്ടോ. പൊള്ളൽ സഹിക്കാൻ പറ്റത്തില്ല. ഇത്തിരിയൊക്കെ ആണെങ്കിൽ വേണ്ടില്ല, ഇത് ഇച്ചിരി നല്ലൊരു ഏറ്റ പൊള്ളലായിപ്പോയി കേട്ടോ. ഒക്കെ കുറവുണ്ട്. പറഞ്ഞു തന്ന മരുന്നൊക്കെ ഇട്ടൊക്കെ ചെയ്തൊക്കെ നോക്കി ഒത്തിരി ആശ്വാസമുണ്ട് വേദനയ്ക്ക് ഇന്ന് കേട്ടോ. അല്ലാതെ പിന്നെന്താ, കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് സുപ്പുദേ വന്നിരിക്കുന്നു. രാവിലെ നല്ല പണിയാണല്ലോ നമുക്കിപ്പോൾ. എന്തായാലും ഉണക്കായതുകൊണ്ട് ഇഷ്ടം പോലെ കരിയിൽ വീഴുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തൂപ്പും ഒക്കെയാണ് ഇപ്പോഴത്തെ പരിപാടിയല്ല. വീട്ടമ്മമാരും അതൊക്കെ തന്നെ ഉണക്കായി കഴിഞ്ഞാൽ കരിയിൽ തൂപ്പും. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി കിടുക്കാച്ചി ഒരു ടിപ്പുമായിട്ടാണ് വന്നത്. മുഖം കഴിയിട്ട് വന്നത്. അതേ എവിടെ പോയി വെള്ളം, ഞാൻ തുടച്ച പോരുമില്ല കേട്ടോ. വെള്ളം എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല, ചൂട് കാരണം. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ ടിപ്പും അടിപൊളിയാണ്, കിടുക്കാച്ചിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഈ ഒരു ടിപ്പിന് പാല് വേണ്ട, തൈര് വേണ്ട, മോര് വേണ്ട, കഞ്ഞിവെള്ളം വേണ്ട, പച്ചവെള്ളം വേണ്ട. പിന്നെ എന്ത് വെച്ചാണ് അത് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോഴേ കാണിച്ചു തരാം. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് എന്താ പാൽപ്പൊടി കഴിച്ചിരുന്നു അല്ലേ. പച്ചയ്ക്കൊക്കെ ചായ ഇട്ട് കുടിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം, എനിക്കൊക്കെ ഇഷ്ടമുണ്ടോ, ഞാൻ കട്ടൊക്കെ തിന്നുമായിരുന്നേ. പാൽപ്പൊടി ആനിക് സ്പ്രേയുടെ ഒക്കെ ഉണ്ടല്ലോ. പിന്നെ വേറെ ഏതാ, സാഗർ, വേറെ എന്തൊക്കെ പേരൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കട്ട് നിന്നതാണ് ഈ സുപ്പ്. കളത്തിലൊന്നും പഴയത്തില്ല, ഞാൻ എപ്പോഴും സത്യമേ പറയത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഈ പായ്ക്കിടാൻ വേണ്ടി വേണ്ടത് പാൽപ്പൊടി വേണം, തൈര് വേണ്ട, പാല് വേണ്ട, മോര് വേണ്ട, കഞ്ഞിവെള്ളം വേണ്ട, വെള്ളം വേണ്ട. പിന്നെന്താണ് നമ്മൾ പകരം എടുത്തേക്കുന്നത്? നമ്മൾ എടുത്തേക്കുന്നത് ബഹുമാനപ്പെട്ട റോസ് വാട്ടർ. പിന്നെ നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ്. ഇതേപോലെ ചെറിയ പാക്കറ്റ് മതി കേട്ടോ. ഇതെടുത്തിട്ട് നമുക്ക് ഇവരെ 3 പേരെയും കൂടെ മിക്സ് ചെയ്തിട്ട്, ഞാൻ ഇതേപോലെ എപ്പോഴും ചെറിയ പാക്കറ്റാണ് വാങ്ങിച്ച് വെക്കുന്നത് അത്യാവശ്യത്തിന് കേട്ടോ. അപ്പോഴേ ഇവരെ 3 പേരെയും കൂടെ നമുക്കങ്ങോട്ട് മിക്സ് ചെയ്ത് നമുക്കങ്ങോട്ട് പെരട്ടാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ഇതെന്ന് വെച്ചാൽ മടിയന്മാർക്കും മടിച്ചിക്ക് ഉള്ള ഒരു കിടുക്കാച്ചി ഒരു സംഭവമാണ് കേട്ടോ. മടിയന്മാർക്കും മടിച്ച് കേൾക്കും കേട്ടോ. ഈ സുപ്പൂനും കേട്ടോ, ഈ സുപ്പൂനും വേണ്ടിയുള്ള ഒരു കിടുക്കാച്ചി പായ്ക്കാണ് ഈ ഉണ്ടാക്കുന്നത്. അപ്പോഴും നമുക്ക് ആവശ്യത്തിന് പാൽപ്പൊടി ഒരുപാട് എടുക്കുകയൊന്നും വേണ്ട. നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ മുഖത്തിടാം ആവശ്യത്തിന്. ഞാനിങ്ങനെ പാക്കറ്റ് ചെറുത് വാങ്ങിച്ച് വെച്ചിട്ടില്ല, വലിയ ടീനൊന്നും വാങ്ങിച്ച് വെക്കത്തില്ല. ഇതേപോലെ അല്ലെങ്കിൽ നമുക്ക് അല്ലാതെയും വലുതും നമുക്ക് കിട്ടുമല്ലോ. നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. ഇതേ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. തീർന്നു കേട്ടോ. ഇനി ഒരു പാക്കറ്റ് വേറെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് നല്ലതാണ് ഇതേപോലെ പായ്ക്കിടാൻ. അപ്പോഴും നമുക്ക് കാപ്പിപ്പൊടി, ഞാൻ എപ്പോഴും ഈ കാപ്പിപ്പൊടി എടുക്കുന്നത് കേട്ടോ. നമുക്ക് തരിയുള്ളത് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും ഇതാണ് എടുക്കുന്നത് കേട്ടോ. ഈ ഒരു കാപ്പിപ്പൊടി. മറ്റേത് ഇച്ചിരി തരി ഉണ്ടല്ലോ, നമ്മൾ സ്ക്രബല്ലേ, അത് സ്ക്രബ് ചെയ്യാൻ മറ്റേത് ഇച്ചിരി തരിയുള്ളതല്ലേ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. കാപ്പിപ്പൊടിയും പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്യാം. 2 പൊടികളാണല്ലോ, അവരൊന്ന് കൂട്ടായിക്കോട്ടെന്നേ. ചിലരൊക്കെ സുപ്പുനെ കളിപ്പിക്കുന്നുണ്ട്, ചുമ്മാ പറയുക കേട്ടോ. വീഡിയോ കാണുന്നുണ്ടൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. കള്ളത്തരമാണ്, വെറുതെയാണ് എന്നെ കളിപ്പിക്കുക. ചതിക്കും വഞ്ചനയ്ക്കും സുപ്പുവിൻ്റെ കോടതിയിൽ മാപ്പേ ഇല്ല. സത്യമായിട്ടും ചതിക്കും വഞ്ചനയ്ക്കും സുപ്പുവിൻ്റെ കോടതിയിൽ മാപ്പില്ലാത്ത തെറ്റാണ് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരുടെയും വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന ഈ പാവ സുപ്പുവിനെ വഞ്ചിക്കരുത്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. മാപ്പില്ലാത്ത തെറ്റാണ് ചെയ്യുന്നത് ആരാണേലും. അപ്പോൾ നമുക്ക് സത്യം, എനിക്ക് സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കറിയാം, അത് കാണുന്നവരാണെങ്കിൽ നമുക്കറിയാം അവരെന്ത് മാത്രം കണ്ട്. നമുക്ക് കമൻറ്റിൽ കൂടി നമുക്കറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വെറ്റില വെച്ചൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കവടി ഞാൻ നിരത്തി നോക്കുന്നുണ്ട്. ആരെങ്കിലും എന്നെ പറ്റിച്ചു പോകുന്നവരുണ്ടെങ്കിൽ. പിന്നെ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ, പറ്റീര് പാർട്ടികളെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ.
അപ്പോഴേ ഇവരെ രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്തു. അപ്പോഴും നമ്മുടെ റോസ് വാട്ടർ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് മിക്സ് ചെയ്യണം. ഒരുപാട് ആദ്യം എടുത്തൊഴിക്കരുത് കേട്ടോ. നമ്മളിങ്ങനെ ഒഴിച്ചൊഴിച്ച് കട്ട മാറ്റണം. ഇതിങ്ങനെ കുറേശ്ശെ നമ്മൾ ഒഴിക്കണം കേട്ടോ. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ചാടി കയറി ഒഴിച്ച് കളയരുത് കേട്ടോ. നമുക്ക് മുഖത്ത് ഞാൻ ഇപ്പം തന്നെ തുള്ളിയായിട്ട് വീഴട്ടെ, അങ്ങനെ മതി കേട്ടോ. അങ്ങനെ എപ്പോഴും ചെയ്യാവോ, അല്ലെങ്കിൽ ഒരുപാട് തട്ടിമറിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെള്ളം മാതിരി ആയിപ്പോകും കേട്ടോ. പറഞ്ഞ കാര്യം ഓർമ്മയിലുണ്ടല്ലോ, സുക്കുവിനെ ചതിക്കരുത്. സുക്കുവിൻ്റെ കോടതിയിൽ അത് മാപ്പർഹിക്കാത്ത തെറ്റാണ്. ഈ സുക്കുവിനെ ചതിക്കുന്നവരെ സുക്കു മാപ്പ് തരത്തില്ല. ഇത്തിരിയും കൂടെ വേണം കേട്ടോ. നമ്മുടെ പാൽപ്പൊടി ഒന്ന് മിക്സ് ചെയ്യട്ടെ. മിക്കവാറും ഇവിടെ ഞാൻ തട്ടുകടയൊക്കെ തുടങ്ങും പിള്ളേർ. ഈ കണക്കിന് എനിക്ക് വയ്യ, ഞാൻ കയ്യങ്ങ് കഴിക്കുന്നു. ഇങ്ങനെ കലക്കിയും കൂട്ടിയും. അപ്പോൾ അതേ നമ്മുടെ പായ്ക്കൊക്കെ ഇവിടെ റെഡിയായി കേട്ടോ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം നമ്മുടെ മുഖത്തിരിക്കുമെന്ന്. ഇത്തിരിയും കൂടെ വേണമെന്ന് തോന്നുന്നു. കുറേശ്ശെ നമ്മൾ ഒഴിക്കും കേട്ടോ. കുറേശ്ശെ നമ്മുടെ മുഖത്തൊന്നും ഇരിക്കണം. അത്ര കട്ടിയാവരുതെന്നാൽ അങ്ങ് ഒലിച്ചിറങ്ങിപ്പോകരുത് ആ ഒരു ഇതിൽ. പിന്നെ മേക്കപ്പൊക്കെ ഉണ്ടെങ്കിൽ അഴിച്ചു മാറ്റിയിട്ടൊക്കെ വന്നോണം കേട്ടോ. ഞാനിപ്പോൾ മുഖം കഴിയിട്ട് വന്നത് ഇങ്ങോട്ട് പോയെന്ന് എനിക്കറിയാൻ വയ്യട്ടോ. വെള്ളം ഞാനിപ്പോൾ മുഖം കഴുകുമ്പോഴേ തുടയ്ക്കത്തില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുഖം ഇതാവും. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ദേ നല്ല കിടു ഒരു ഇതാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങളൊക്കെ ചെയ്യുമോ? എന്താ ഒരു ചെറിയ കവറ് പാൽപ്പൊടി വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ കാപ്പിപ്പൊടി നമ്മുടെ കയ്യിൽ എപ്പോഴും കാണുമല്ലോ. സ്റ്റോക്ക് എപ്പോഴും കാണും. പിന്നെ റോസ് വാട്ടറും കാണും. ഇല്ലാത്തവരാരും ഇല്ല. ഇപ്പം ഏത് വീടുകളിലാണ് ഇതൊന്നും ഇല്ലാത്തത്? എല്ലാ ചേച്ചിമാരും സൗന്ദര്യം ഉണ്ടാക്കാൻ കടന്ന് മത്സരിക്കുകയാണ്. അപ്പോഴെല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ കേട്ടോ. എന്തായാലും സൗന്ദര്യം പോകാൻ വേണ്ടി ആരും ഇതുമാതിരിയുള്ള കിടുക്കാച്ചി ഐറ്റങ്ങളൊന്നും ചെയ്യാറില്ല. എപ്പോഴും നമ്മൾ കൂട്ടണമെന്നും പറഞ്ഞുള്ള ഒരു അത്യാഗ്രഹത്തിലാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, ഒരു പ്രാവശ്യം തേച്ചത് കൊണ്ട് അങ്ങോട്ടോ വെളുത്ത് പാറും എന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. എന്തായാലും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റും ക്ലിയറും ഒക്കെ ആവും കേട്ടോ. പാറ പോലെ ഇരിക്കുന്ന ആനയുടെ തോലിൻ്റെ കൂട്ടിരിക്കുന്ന നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാൻ ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ. അതേ ഇപ്പം തന്നെ ആ നമ്മുടെ ആ പാൽപ്പൊടിയുടെ ആ ഒരു മിക്സ് തന്നെ എന്ത് സോഫ്റ്റ്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതൊന്ന് ഫുൾ പുരട്ടിയിട്ട് വരും. ഇതേ ഇപ്പം തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലാസ് സ്കിൻ മാതിരിയായി നമ്മുടെ ഈ ഒരു പാക്കറ്റൊക്കെ കേട്ടോ. അപ്പോഴേ പിന്നെ പറയണം, നമ്മളിതൊന്ന് തൂത്തൊക്കെ മാറ്റുമ്പോൾ പറയേണ്ട കാര്യമുണ്ട്. ഇതെന്താ ഇരുട്ട് മാതിരിയൊക്കെ തോന്നുന്നേ? എന്താടാ നിനക്ക്? കുശുമ്പ്, അതിന് തന്നെ കുശുമ്പ്. അപ്പോഴേ നമുക്കിതൊരു 15 മിനിറ്റ് ഒലിച്ചിറങ്ങുന്നു. നമുക്കിത് ഒരു 15 മിനിറ്റ് മിണ്ടരുത് കേട്ടോ. മിണ്ടാതെ നമുക്കിരിക്കണം. പൊടി കാക്കച്ച് അവൾ എന്തിനാണ് ഇങ്ങനെ അലമ്പുണ്ടാക്കുന്നത്? ഞാൻ സംസാരിക്കും. അപ്പോഴെനിക്കിവിടെ ചുളിവ് വരാൻ വേണ്ടി ഇവളെന്നെ പ്രകോപിക്കുകയാണ് കേട്ടോ, ദേഷ്യം പിടിപ്പിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ മുതുക്കിയ കിളവിയായിരിക്കണമെന്നാണ് നമ്മുടെ കാക്കച്ചി പറയുന്നത്. ഞാൻ മിണ്ടത്തില്ല. ഞാൻ ഈ പായ്ക്കിടുന്ന സമയത്ത് ഞാൻ മിണ്ടത്തില്ല. ചുളിവുകളൊക്കെ വീണ അവൾക്ക് കൈകൊട്ടി ചിരിക്കാവല്ലോ കേട്ടോ. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ പായ്ക്കൊക്കെ ഗ്ലാസ് മാതിരി ഇരിക്കുന്ന കേട്ടോ. പായ്ക്കൊക്കെ നന്നായിട്ട് ഉണങ്ങി. ഇളക്കാൻ നോക്കണ്ട നമുക്ക്. അപ്പം അതൊക്കെ കുറച്ച് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കുടഞ്ഞിട്ട് തുടച്ച് മാറ്റാം കേട്ടോ. അല്ലാതെ നമ്മൾ തുടച്ചെടുക്കണം. നമ്മൾ പെട്ടെന്ന് ചാടി കയറി ഒരു പായ്ക്ക് തന്നെ നമ്മൾ ഇട്ടാലും അങ്ങനെ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് മുഖത്തുനിന്ന് അത് തുടച്ച് മാറ്റാൻ ശ്രമിക്കരുത്. ആദ്യം കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് സ്പ്രേ ചെയ്യുകയോ തളിക്കുകയോ ചെയ്തിട്ട് മാത്രം തുടച്ച് മാറ്റാവും കേട്ടോ. അപ്പോഴും ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ.
അങ്ങനെ നമ്മുടെ പായ്ക്കൊക്കെ കഴുകിക്കൊണ്ട് വന്നു. നല്ല വ്യത്യാസമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല കളറ് പോലെ നമുക്ക് കാപ്പിപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് നല്ല കളറ് കിട്ടിയതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവും. സത്യം പറഞ്ഞാലുണ്ട്, ഞാനിതൊന്നും ചെയ്യാത്തൊരു ആളായിരുന്നു കേട്ടോ. അപ്പോഴീ യൂട്യൂബ് അങ്ങോട്ട് നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ചേച്ചിമാരും അനിയത്തിമാരും എല്ലാം ബ്യൂട്ടി ടിപ്പ് ചെയ്ത് എനിക്കും തലയ്ക്ക് ഭ്രാന്തായി. എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴന്ന് മുതലാണ് ഞാനും അങ്ങോട്ട് ബ്യൂട്ടി ടിപ്പ് ചെയ്യാൻ തുടങ്ങിയ സത്യം. എന്ന് വെച്ചാൽ നമുക്ക് ദോഷമൊന്നും വന്നിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ വെളുത്ത് പാറിയെന്നൊന്നും ഞാൻ പറയത്തില്ല. എൻ്റെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റുമായി, ഒത്തിരിയൊക്കെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ വെളുത്ത് പാറിയെന്നൊന്നും നമ്മൾ പറയത്തില്ല. അപ്പോഴങ്ങനെ പറയേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ നേരത്തേലും നമുക്ക് നമ്മുടെ മുഖത്തെ കുരുക്കളും ഈ ചുളിവുകളും ഒക്കെ എനിക്ക് മാറിക്കിട്ടി കേട്ടോ. നല്ല കിടു ഓരോ ദിവസവും ഞാൻ ചെയ്യുന്നതല്ല നല്ല കെമിക്കലുകളില്ലാത്ത നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു ഐറ്റങ്ങളും കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. നല്ല വ്യത്യാസം കിട്ടും. പിന്നെ ഒരു ദിവസം നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പിറ്റേന്നും ആ സമയം നമ്മൾ മുഖത്ത് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളതിന് ഇത് വരും കേട്ടോ. അപ്പോഴങ്ങനെ നമ്മളങ്ങോട്ട് മാറി ഓരോ പായ്ക്കൾ അങ്ങോട്ട് ഇടാൻ നമുക്ക് തന്നെ തോന്നും കേട്ടോ. നമുക്ക് ആരും പറഞ്ഞു തന്നില്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും കേട്ടോ, ചെയ്യാൻ തോന്നും. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യണം, മടിക്കരുത്. ഞാൻ പറഞ്ഞു ആദ്യം മടിച്ചികൾക്കും മടിച്ചമാർക്കും ഉള്ള പായ്ക്കൊക്കെ ഇതൊന്ന് ചുമ്മാ പറയുന്നത് കേട്ടോ. സുപ്പും മടിയച്ചിയായിരുന്നു. അപ്പോൾ ഞാനിപ്പം ചെയ്യുന്നില്ലേ, അപ്പോൾ നിങ്ങളും ചെയ്യണം. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോഴെല്ലാവരും നമ്മുടെ വീട്ടിലുള്ള ഓരോ കുട്ടി ഐറ്റങ്ങൾ നമ്മുടെ കുഞ്ഞടുക്കളയിൽ എന്തോരോ സാധനങ്ങളാണ്. ഞാൻ വിചാരിച്ചു പുളി ഒക്കെ നമ്മുടെ മുഖത്ത്, പക്ഷെ അതും ഞാൻ ചെയ്തായിരുന്നല്ലോ. എല്ലാം നമുക്ക് ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാം നമുക്ക് പയറ്റി നോക്കാം കേട്ടോ. ഞാനതെല്ലാം പയറ്റിയ ഒരു വ്യക്തിയാണ് കേട്ടോ. ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് മാത്രം. ഉപ്പ് വരെ നമ്മൾ പരീക്ഷിച്ചതാണ് കേട്ടോ. ഉപ്പ് വരെ നമ്മുടെ മുഖത്തിടാം. അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സുപ്പുനെ എപ്പോഴും കള്ളത്തരം കാണിക്കല്ലേ ആരും. സുപ്പു ഇതെല്ലാം അറിയുന്നുണ്ട് കേട്ടോ. കള്ളത്തരം കാണിക്കുന്ന സുപ്പുവിൻ്റെ കോടതിയിൽ ആർക്കും മാപ്പില്ലാത്ത തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയില്ല. എൻ്റെ കൂട്ടുകാരെല്ലാം നല്ല കൂട്ടുകാരാണെന്ന് ആണ് എൻ്റെ വിശ്വാസം. സുപ്പുവിനെ ചതിക്കത്തില്ലെന്നാണ് വിശ്വാസം കേട്ടോ. ആ ഒരു വിശ്വാസം എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.